ഇന്നത്തെ അത്താഴം അലിയാടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. കാരണം ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഡോറിറ്റോസും പഫ്കോണും ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റ്. ബിക്കോസ് 11 മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷായി റെഡിയൊക്കെ ആയതിനു ശേഷം ഉപ്പയാണ് എന്നെ എന്നത്തെ പോലെ ഉപ്പയാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പാൻ്റെ കൂടെ പോയി. 2 മണിക്കൂറിൻ്റെ ഒക്കെ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പുറത്തേക്ക് വന്നു. ഉപ്പാനെ വിളിച്ച് നോക്കിയപ്പോൾ ഉപ്പാനെ കിട്ടിയില്ല. അതുകൊണ്ട് നേരെ ഊബർ പിടിച്ച് വീട്ടിലോട്ട് പോന്നു. ഇപ്പോൾ ഊബർ ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. 1 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് ഓട്ടോ ഒക്കെ വരില്ല. ഇന്ന് നോമ്പെടുത്തപ്പോൾ ക്ഷീണം ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു, ഒരു തലവേദനയൊക്കെ വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് ഒന്നും എടുത്തില്ല. എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അങ്ങനെ നേരെ ഒരു 4:45-5 മണിയൊക്കെ ആയപ്പോഴേക്കും കിച്ചണിലോട്ട് കയറി. ഞാനൊരു മുട്ടക്കറിയും ഉന്നക്കായൊക്കെ ഉണ്ടാക്കി. പിന്നെ ഉമ്മ ഉണ്ടാക്കിയത്. അങ്ങനെ നോമ്പ് തുറക്കാനായിട്ട് 1-2 എണ്ണപ്പലഹാരങ്ങളും പിന്നെ അതുപോലെ ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിച്ചു.